ക്യാമറ വാങ്ങണം എന്നുള്ളൊരു കാര്യം ഒരു ആഗ്രഹം തന്നെയാണ്. എന്നാൽ ഏത് ക്യാമറ വാങ്ങും, അല്ലെങ്കിൽ ക്യാമറ വാങ്ങുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ നോക്കണം എന്നുള്ളൊരു കാര്യം പലരുടെയും മനസ്സിലുള്ളൊരു വലിയ സംശയം തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു ക്യാമറ എടുത്തായിരുന്നു. നമ്മൾ ഈ കാണുന്ന പോലെ DJIയുടെ Pocket 3 എന്ന് പറയുന്ന ഈ ഒരു മോഡൽ ക്യാമറയാണ് ഞാൻ വാങ്ങിച്ചത്. എന്നാൽ ഈ ഒരു ക്യാമറയുടെ പ്രൈസ് നിങ്ങൾക്ക് അറിയാം, തമ്മിൽ കണ്ടായിരുന്നു. 69,999 രൂപ, അതായത് 70,000 രൂപ പ്രൈസ് വരുന്ന ഈ ഒരു ക്യാമറ, അതായത് DJI Pocket 3. ഇതിന് ഈ താഴത്തെ സ്ലോട്ടും കൂടെ നമുക്ക് അഴിക്കാം. ഇവൻ ഇത്രയും ചെറുതാണ്, ഒരു പോക്കറ്റിൽ ഇടാൻ പറ്റുന്ന സൈസ്. എൻ്റെ ഇത് DJIയുടെ തന്നെ പോക്കറ്റ് എന്ന് പറയുന്ന വേരിയൻറ്റിൻ്റെ രണ്ടാമത്തെ ക്യാമറയാണ്. ആദ്യം ഞാൻ യൂസ് ചെയ്തിട്ടുള്ള DJI Pocket 1, അതായത് ഇതിൻ്റെ ഫസ്റ്റ് മോഡൽ. അതിൻ്റെ വീഡിയോയുടെ ചെറിയൊരു പോർഷൻ ഞാനിവിടെ ഇട്ടേക്കാം. അന്ന് ഞാൻ അൺബോക്സ് ചെയ്തത് ആ ഒരു മോഡൽ. അത് കുറേ നാൾ ഞാൻ യൂസ് ചെയ്തു. ഈ ഒരു മോഡൽ എടുത്തതിന് ശേഷം ഞാനത് കൊടുത്തായിരുന്നു. അപ്പം എന്തുകൊണ്ട് ഞാൻ ഈ ഒരു മോഡലിലോട്ട് ഷിഫ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ഈ ഒരു മോഡലിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? നിങ്ങൾ ഈ ഒരു ക്യാമറ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ 2 ടൈപ്പ് അവൈലബിൾ ആണ്. അതായത് ഇതിന് തന്നെ 52,000 രൂപ വില വരുന്ന മോഡലും അവൈലബിൾ ആണ്, 70,000 രൂപ വില വരുന്ന മോഡലും അവൈലബിൾ ആണ്. ഇതിൽ ഏത് മോഡൽ എടുക്കും, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇതാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MG Tech Explore. എല്ലാവർക്കും ഒരു നല്ല ഞായറാഴ്ച ഞാൻ നേരുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇവൻ്റെ ഒരു അൺബോക്സിങ് കണ്ടാലോ. അപ്പൊ നമുക്ക് ഇവനെ പെട്ടെന്ന് അൺബോക്സ് ചെയ്യാം. ഇതിന്റെ സിൽവർ കവറൊന്നും കളഞ്ഞിട്ടില്ല. ഇതിന്റെ പ്രൈസ് ഇതിൽ കൊടുത്തിരിക്കുന്നത് 64,990 രൂപയാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് 52,000 രൂപയാണ് ഇപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത്. ഓൺലൈനിൽ ഏകദേശം 49,980 ഇതിന്റെ പ്രൈസ് വരുന്നത്. യെസ്, അപ്പൊ നമ്മൾ അൺബോക്സ് ചെയ്യാണ്. ഒരുപാട് നാളത്തെ എൻ്റെ ഒരു കാത്തിരിപ്പ് തന്നെയായിരുന്നു കേട്ടോ. യെസ്, അങ്ങനെ ഫീൽ ചെയ്തു. ഒരുപാട് നാളത്തെ കാത്തിരിപ്പായിരുന്നു. ടു ബി വെരി ഫ്രാങ്ക്, ഒരുപാട് നാളത്തെ കാത്തിരിപ്പ്. അതുകൊണ്ട് കുറച്ച് നേരം കൂടി ഇരിക്കട്ടെ. സ്റ്റിക്കേഴ്സ് ഇത് നമ്മൾ നേരത്തെ നമ്മുടെ DJIയുടെ മൈക്ക് കണ്ടിട്ടുണ്ട്, അവിടെ ഇരിക്കട്ടെ. തെന്നാക്കിയാണ് വരുന്നത് നോക്കാം. ഓക്കെ, താഴത്തെ ഒരു മൗണ്ട്, അതായത് നമ്മുടെ സ്ക്രൂ ഒക്കെ വരുന്ന മൗണ്ടാണ്. ടാഗാണ് വരുന്നത്. DJIയുടെ ആദ്യത്തെ മോഡൽ തൊട്ടുള്ളതാണ്. DJI 1 ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എൻ്റെ DJI Pocket 1 ഇരിപ്പുണ്ട്. ഇപ്പോഴും വർക്കിംഗ് ആണ്. നല്ല കിടുക്കനാ സാധനം. ഞാനിപ്പോൾ അതൊക്കെ ഇത് കൊടുക്കാനുള്ള പ്ലാനാണ് ഇനിയിപ്പം. അങ്ങനെ സംഗതി നല്ല അടിപൊളി വർക്കിംഗ് ആണ്. അപ്പോൾ അത് ഞാൻ തൽക്കാലം ഒന്ന് മാറ്റി വെക്കട്ടെ. ഇനി അടുത്ത് വരുന്ന കേബിള് ഒരു C2C കേബിളാണ് കേട്ടോ. അപ്പോൾ ഫോണിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ കൂട്ടത്തിലൊക്കെ ഇപ്പോൾ C2C കേബിൾ തന്നെയാണ് കിട്ടുന്നത്. മാനുവൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമ്മുടെ മെയിൻ ആയിട്ട് നമുക്കൊന്ന് തുറക്കാം. ഒരുപാട് നാളെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരുപാട് നാൾ. ഞാൻ ഇത്രയും പറയണമെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ഏതായാലും ഇതൊക്കെ നല്ല കിടുക്ക, നല്ല റബ്ബർ കേസിങ് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. DJI 1 കേസാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് 2. നിങ്ങൾക്ക് ആ വ്യത്യാസം കാണുമ്പോൾ മനസ്സിലാവും. അന്നും ഇതേ സെയിം ടാഗ് തന്നെ. ഇതിന് ഇപ്പോഴും ഒരു വ്യത്യാസമില്ല കേട്ടോ, പക്ക. കുറച്ച് കട്ടിയുണ്ട് ഇത് ഊരി എടുക്കാൻ വേണ്ടി. ഏതായാലും ഇതേ സംഗതി ഒരു രക്ഷയില്ല. കിടു എന്ന് പറഞ്ഞാൽ കിടു. വാവ്, ഇതിനകത്ത് നമുക്ക് ലെൻസൊക്കെ വെക്കാൻ വേണ്ടിയുള്ള സാധനമൊക്കെ ഇതിൽ തന്നെ വരുന്നുണ്ട്. മേളിലും താഴെയായിട്ട് വരുന്നുണ്ട്. വൈഡ് ആംഗിൾ ലെൻസ്, ND ഫിൽറ്റേഴ്സ് ഒക്കെ ആഡ് ചെയ്യാൻ വേണ്ടി താഴെ അതിന് പ്രൊവിഷൻ ഉണ്ട്. ഏതായാലും അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്കിത് ഓൺ ചെയ്യാം. യെസ്, ദ DJI ഐവ. അപ്പോൾ ഇനി ഇംഗ്ലീഷ് ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യാം. ഇനിയിപ്പം ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്യണം. ഏതായാലും സംഗതി തുടങ്ങി. ഞാൻ ഇതും കൂടെ ഒന്ന് വെച്ച് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. രണ്ടിൻ്റെ സ്ക്രീൻ സൈസ് തന്നെയാണ് ഏറ്റവും മെയിൻ കാര്യം. ഇത് 1 ഇഞ്ചേ ഉള്ളൂ, ഇത് 2 ഇഞ്ച് വരുന്നുണ്ട്. ഇത് പിന്നെ നമുക്ക് പോർട്രേറ്റും വെർട്ടിക്കൽ വീഡിയോസും കാര്യങ്ങളൊക്കെ, അതായത് അങ്ങനത്തെ 2 ടൈപ്പ് വീഡിയോസും എല്ലാം എടുക്കാൻ സാധിക്കും. ഇതിൽ മൗണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ ക്യാമറാസൊക്കെ മൗണ്ട് ചെയ്യുന്ന പോലെ ഈ ഒരു സ്ക്രൂ വരുന്നത്. ഇതിന് വേണ്ടി മാത്രമാണ്. ഇതും കണക്ഷൻ വേണ്ടി നമുക്ക് ഇങ്ങനെ കൊടുക്കാൻ സാധിക്കും. ഇതിൽ വേറെ ചാർജറോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് 2 പോയിന്റ്സ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത്, എൻ്റെ ഒരു മനസ്സിലുള്ളൊരു കാര്യമാണ്. ഇതൊരു ട്രൈപോഡ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ആവശ്യം കഴിയുമ്പോഴത്തേക്ക് പ്രസ് ചെയ്ത് നമുക്ക് ഊരിങ് എടുക്കാൻ സാധിക്കും. ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെ ഓഫ്. ജസ്റ്റ് മിമോ ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്തോളൂ. ഞാൻ കണക്ട് ചെയ്യാണ്. യെസ്, അങ്ങനെ നമ്മുടെ ക്യാമറ ആക്ടിവേറ്റ് ചെയ്യാണ്. ഓക്കെ, കീപ് ദ ആപ്പ് ഓപ്പൺ, ഡു നോട്ട് ലീവ് ദ കറണ്ട് പേജ് ഡ്യൂറിങ് ദ ആക്ടിവേഷൻ. അപ്പോൾ ആക്ടിവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. യെസ്, ആക്ടിവേഷൻ ആയെന്ന് തോന്നുന്നു. ഇത് വന്നിട്ടുണ്ട്. ഇനി മെമ്മറി കാർഡ് ഇട്ടിട്ടില്ല. ഇത് പിന്നെ ഒരു കാര്യമുണ്ട്, വാട്ടർ പ്രൂഫ് അല്ല. ആ ഒരു കാര്യം മാത്രം ഒരു നെഗറ്റീവ് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും, അത്രേ ഉള്ളൂ. നെഗറ്റീവ് ആണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അങ്ങനെ പറയാൻ സാധിക്കും. ഏതായാലും ഞാൻ മെമ്മറി കാർഡും കൂടെ ഒന്ന് ഇടുകയാണ്. കാർഡ് സ്പീഡ് സ്ലോ, ഷൂട്ടിംഗ് മേ സ്റ്റോപ്പ്. അപ്പം ഫാസ്റ്റ് കാർഡ് വേണം. ഫാസ്റ്റ് കാർഡ് എൻ്റെ ഇല്ല, തൽക്കാലം ഇട്ട് നോക്കി എന്ന് മാത്രമേ ഉള്ളൂ. ഓഫ്. അയ്യോ സോറി, ഓഫ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടില്ലായിരുന്നു അല്ലേ. അപ്പോൾ ഏതായാലും മെമ്മറി കാർഡ് മാറ്റണം. ആ ഒരു കാര്യത്തിൽ തീരുമാനമായി. എപ്പോഴും എടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്ന് മാറ്റാം.
ഓക്കെ, വലിയ ടെക്നിക്കലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല, എന്നാൽ എനിക്ക് മനസ്സിലായ ഒരു സാധാരണ വ്യക്തിക്ക് മനസ്സിലായ കാര്യം മാത്രം ഞാനിപ്പോൾ ഷെയർ ചെയ്തു തരാം. അതായത് ഈ ഒരു ക്യാമറയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്കത് സ്ക്രീന് ഫ്ലിപ്പ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഒരു വലിയ സ്ക്രീനിൽ തന്നെ, അതായത് 2 ഇഞ്ചിൻ്റെ ഒരു സ്ക്രീനിൽ തന്നെ എല്ലാ കാര്യങ്ങളും കാണാൻ സാധിക്കും വളരെ വ്യക്തമായിട്ട്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ട്രാക്കിംഗ് ആണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഫീച്ചറാണ്. കാരണം നമ്മളിത് എവിടെയെങ്കിലും ഒരു സ്റ്റാൻഡിൽ മൗണ്ട് ചെയ്തിട്ട് വീഡിയോ എടുക്കാൻ ആളില്ലെങ്കിൽ പോലും നമ്മളെ ട്രാക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പം ഞാൻ എൻ്റെ ഫേസ് വെച്ചു, എൻ്റെ ഫേസിൽ ഡബിൾ ടാപ്പ് ചെയ്യണം. അതിപ്പം ഇങ്ങനെ നോക്കിക്കഴിയുമ്പോൾ കുറച്ച് പേർക്കെല്ലാം സംശയം, ഇങ്ങനെ നോക്കി എങ്ങനെയാണ് ചെയ്യുന്നത്? നമുക്കിത് ഫ്രണ്ടിലോട്ട് തിരിക്കാൻ പറ്റും. എൻ്റെ ഭാഗത്തോട്ട് ഇപ്പം നോക്കി ഞാൻ എന്നെ ടാപ്പ് ചെയ്തു. ഇപ്പം ആക്റ്റീവ് ട്രാക്കിംഗ് എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്. ഇപ്പം ആക്റ്റീവ് ട്രാക്കിംഗ് ആണ്. ഞാനിപ്പം എങ്ങോട്ട് ചെരിഞ്ഞെന്ന് പറഞ്ഞാലും ഇത് കണ്ടോ, ഏതൊരു രീതിക്ക് പോയെന്ന് പറഞ്ഞാൽ എന്നെ പക്കയായിട്ട് ഇത് ട്രാക്ക് ചെയ്യും. അത് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം വളരെ കൃത്യമായിട്ട് നല്ല രീതിക്കുള്ള ട്രാക്കിംഗ് ആണ്. കാരണം ഞാൻ എങ്ങോട്ട് ചെരിഞ്ഞെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ക്യാമറ എന്നെ തന്നെ ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു ട്രാക്കിനകത്ത് കീപ്പ് ചെയ്യും. അതൊരു വലിയ അഡ്വാൻറ്റേജ്. രണ്ടാമത്തെ കാര്യം, ഇതിൽ വരുന്ന 1 ഇഞ്ചിൻ്റെ സെൻസറാണ് വരുന്നത്. 1 ഇഞ്ചിൻ്റെ സെൻസർ എന്ന് പറഞ്ഞാൽ അത്രയും കൂടെ ലൈറ്റ് കയറും, അത്രയും കൂടെ ക്ലാരിറ്റി ഉള്ള വീഡിയോ ഔട്ട്പുട്ട് കിട്ടും, അത്രയും നല്ല പോർട്രേറ്റ് വീഡിയോസ് നമുക്ക് എടുക്കാൻ സാധിക്കും. അതായത് നമ്മളെ മാത്രം എടുത്ത് കാണിക്കുന്ന രീതിക്ക്. കാരണം ഇതിൻ്റെ ഫോക്കൽ അഥവാ എഫ് വരുന്നത് 2 ആണ് വരുന്നത്. അപ്പോൾ 2 വരുന്നുള്ളതുകൊണ്ട് അത്രയും കൂടെ അപ്പാച്ചർ വാല്യൂ തുറക്കുകയും ചെയ്യും, അല്ലെങ്കിൽ അപ്പാച്ചർ അത്രയും കൂടെ തുറക്കുകയും ചെയ്യും. നമുക്ക് നല്ല രീതിക്കുള്ള ലോ ലൈറ്റ് പെർഫോമൻസ് കിട്ടുകയും ചെയ്യും. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഇത് നമുക്ക് റീൽസൊക്കെ എടുക്കാനായിട്ട്, അതായത് ഒറ്റ ക്ലിക്ക് തന്നെ തിരിച്ചു കഴിഞ്ഞാൽ അന്നേരം റീൽസിൻ്റെ മോഡിലോട്ട് മാറുകയാണ്. അപ്പോൾ നമുക്ക് റീൽസൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ വെച്ച് അന്നേരം തന്നെ റീൽസ് ആക്കാം. ഇനി റീൽസ് വേണ്ട, നമ്മുടെ സാധാരണ വീഡിയോ മതിയെങ്കിൽ ഇതൊന്നുകൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ വീഡിയോ ആകുകയാണ്. അതും ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഇതിന് വെയിറ്റ് ആകപ്പാടെ 179 ഗ്രാം മാത്രം വെയിറ്റ് വരുന്നുള്ളൂ. 1300 mAh ബാറ്ററിയാണ് വരുന്നത്. ബാറ്ററിയുടെ കാര്യം പറയാനാണെങ്കിൽ 166 മിനിറ്റ് ആണ് കമ്പനി റെക്കോർഡിംഗ് ടൈം പറയുന്നത്. എനിക്ക് ഏകദേശം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ടുള്ളൊരു 1 അവർ കണ്ടിന്യൂസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും എനിക്ക് തോന്നുന്നൊരു 40% 45% ബാറ്ററി ബാക്കപ്പ് പിന്നെ ഉണ്ടായിരുന്നു. അതൊരു പോയിന്റ്. പിന്നെ DJIയുടെ തന്നെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഞാൻ ഈ യൂസ് ചെയ്യുന്ന DJIയുടെ മൈക്ക് 2 ആണ്. അങ്ങനെ 2 മൈക്ക് അല്ലെങ്കിൽ ഒരു മൈക്ക്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര 2 മൈക്ക് വരെ നമുക്ക് ഇതിനകത്ത് മാക്സിമം കണക്ട് ചെയ്യാൻ സാധിക്കും. അതും വയർലെസ് ആയിട്ട്, അതായത് ബ്ലൂടൂത്ത് വെച്ച് കണക്റ്റിങ് നടക്കുന്നുണ്ട്. അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വയേഴ്സോ കാര്യങ്ങളോ ഒന്നും വേണ്ട. പിന്നെ ചാർജിങ്ങിൻ്റെ കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞേക്കും. ചാർജിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറഞ്ഞാൽ 0 to 80 ആകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് 16 മിനിറ്റ്സ് മതി. ഫാസ്റ്റ് ചാർജിങ് നടക്കുന്നുണ്ട്. ഇനി അത് നമുക്ക് ഒരു 100% ആവണമെന്നുണ്ടെങ്കിൽ 32 മിനിറ്റ്സ് ആണ് കമ്പനി വരുന്നത്. പക്ഷേ എനിക്ക് ഏകദേശം ഒരു 40 മിനിറ്റ്സ് അടുപ്പിച്ച് സമയം വേണ്ടി വന്നിട്ടുണ്ട്. അത് ഞാൻ കൃത്യമായിട്ട് നോക്കിയിട്ടുള്ള കാര്യമാണ് പലപ്പോഴും. ഇനി ഇതിൻ്റെ 2 ടൈപ്പ് വരുമെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ മേടിച്ചത് 52,000 രൂപയുടെ മോഡലാണ് ഞാൻ ഈ മേടിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ തന്നെ 69 രൂപയുടെ വ്യത്യാസം എന്തൊക്കെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു മൈക്ക് വരും. പക്ഷേ എൻ്റെ മൈക്ക് ഉള്ളതുകൊണ്ട് ഞാൻ മേടിച്ചില്ല. ഒരു ട്രൈപോഡ് വരും. ഇതിൻ്റെ താഴെ നമുക്കൊരു കുഞ്ഞൻ ട്രൈപോഡ് കണക്ട് ചെയ്യാൻ സാധിക്കും. ആ ട്രൈപോഡ് കിട്ടും. അതും ഞാൻ വേണ്ടത് വെച്ച്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ക്രിയേറ്ററാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ക്രിയേഷൻ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡൽ എടുക്കരുത്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ക്രിയേറ്റർ പാക്ക് മേടിക്കാൻ കിട്ടും. അത് തന്നെ നിങ്ങൾ എടുത്തോണം. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു വീഡിയോ ക്രിയേറ്ററിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും, മൈക്ക് വരുന്നുണ്ട്, ട്രൈപോഡ് വരുന്നുണ്ട്, പിന്നെ എന്നൊക്കെയായിരുന്നു നമുക്ക് ഇതിനകത്തൊരു വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. അങ്ങനെ കുറച്ചേറെ ഗാഡ്ജറ്റ്സും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്നുണ്ട്. സൈഡിൽ ഞാൻ ലിസ്റ്റ് ഇട്ടേക്കാം, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് എടുക്കാം. പ്രോഡക്റ്റും കൂടെ ഞാനൊന്ന് ടാഗ് ചെയ്തേക്കാം. മേടിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അത് മേടിക്കാനും സാധിക്കും. പിന്നെ ഇതിൻ്റെ മെമ്മറി കപ്പാസിറ്റി, ഇതിനകത്ത് ഇൻബിൽറ്റ് മെമ്മറി ഒന്നും വരുന്നില്ല. നമ്മൾ ഇതിനകത്ത് മെമ്മറി കാർഡ് ഇടുകയാണ് ചെയ്യുന്നത്. മെമ്മറി കാർഡ് എന്ന് പറയുമ്പോൾ 1 TB വരെ ഈ ഒരു മോഡൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഞാൻ ഇതിനകത്ത് ഇപ്പോൾ ഇട്ടിരിക്കുന്ന 256 GB മാത്രമാണ്. 256 GB ഏകദേശം ഫുൾ HD 4 hours നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇത് 4K വീഡിയോ റെക്കോർഡിംഗ് വരുന്നത്. ഈ കുഞ്ഞനാന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങളങ്ങനെ തള്ളിക്കളിയൊന്നും വേണ്ട. 4K വീഡിയോ റെക്കോർഡിംഗ്, അതും 4Kയിൽ 120 frames per second നമുക്ക് കിട്ടുന്നുണ്ട്. ഫുൾ HD-യിലാണെങ്കിൽ 240 frames per second വരെ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഒരു സാധാരണ വ്യക്തിക്ക് വീഡിയോസ് എടുത്ത് പഠിക്കണം, അല്ലെങ്കിൽ വീഡിയോസ് എടുത്ത് അപ്ലോഡ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ധൈര്യമായി എടുക്കാൻ സാധിക്കുന്ന ഒരു ക്യാമറ തന്നെയാണ് ഞാൻ സജസ്റ്റ് ചെയ്യും. ക്രിയേറ്റർ കോംബോ എടുക്കണമെന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ അത് എടുക്കുകയാണെങ്കിൽ വൺസ് നമ്മൾ അതിന് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബെനിഫിറ്റാണ്.
ഇതെൻ്റെ മാത്രം പേഴ്സണൽ സജഷനാണ്. കാരണം ഞാനിത് യൂസ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. പോക്കറ്റ് 1 യൂസ് ചെയ്തൊരു വ്യക്തി എന്ന നിലയ്ക്ക് പോക്കറ്റ് 2 ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പോക്കറ്റ് 1 കഴിഞ്ഞ് നേരെ ചാടിയത് പോക്കറ്റ് 3 കാരണം അതുപോലെ ബെനിഫിറ്റ് ആയിരുന്നു. പിന്നെ ഇതിനകത്ത് ഒത്തിരി സെറ്റിങ്സ്, എനിക്ക് എൻ്റെ സെറ്റിങ്സിൻ്റെ കാര്യമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കാരണം നമുക്ക് ഏത് മോഡ് വേണമെന്നുള്ളത് FPV കിട്ടുന്നുണ്ടെങ്കിൽ ടിൽറ്റ് ലോക്ക് മാത്രം മതി. ടിൽറ്റ് ലോക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ചരിച്ചെന്ന് പറഞ്ഞാലും ക്യാമറ ചെരിയത്തില്ല. അത് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ഞാൻ ഇങ്ങോട്ട് വെച്ച് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഈ ഭാഗം ചരിച്ചാലും ക്യാമറ ചെരിയില്ല. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബെനിഫിറ്റ് ആകട്ടോ. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഇതിനകത്ത്. നമുക്ക് സെൽഫിയൊക്കെ എടുക്കുക, അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ഫേസ് കണ്ട് തന്നെ കണ്ടോ ഇങ്ങനെ ഇപ്പോൾ എനിക്ക് എന്നെ തന്നെ കണ്ട് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. എനിക്ക് വളരെ ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി റെക്കോർഡ് ചെയ്യാൻ പറ്റും. മൈക്ക് ഉണ്ടെങ്കിൽ ഞാനത് എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം, ഒരു മൈക്ക് എപ്പോഴും വേണം. ഈ ഒരു മോഡൽസിന് ഇൻറ്റേർണൽ 3 മൈക്ക് കമ്പനി അവകാശപ്പെടുന്നുണ്ട്, റൈറ്റ് ലെഫ്റ്റ് ബാക്ക് എല്ലാം. പക്ഷേ ഈ മൈക്ക് നമുക്ക് പുറത്തുള്ള വിൻഡ് റിഡക്ഷൻ അത്രയും ക്ലിയർ ആയിട്ട് നടക്കത്തില്ല. കുറച്ചൊരു വിൻഡ് റിഡക്ഷൻ നടക്കുമെങ്കിൽ പോലും എയറിൻ്റെ സൗണ്ട് പിന്നെയും വരും. പക്ഷേ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു മൈക്ക് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതുകൊണ്ട് ക്രിയേറ്റർ കോംബോ കഴിവതും എടുക്കാൻ നോക്കുക. ഞാൻ ഏതായാലും ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് മേടിച്ചിട്ട് ഏകദേശം ഒരു 4-5 മാസമായിട്ടുണ്ട്. ഈ 5 മാസത്തെ യൂസർ റിവ്യൂ ഉൾപ്പെടെയാണ് ഇടുന്നത്. കാരണം നിങ്ങൾക്ക് അൺബോക്സിങ് കണ്ടപ്പോൾ മനസ്സിലായിരുന്നു കുറച്ച് നാൾ പഴക്കമുള്ളതാണ്. യെസ്, ഞാനിത് കുറച്ച് നാളായിട്ട് യൂസ് ചെയ്ത് എൻ്റെ വീഡിയോസിൽ അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴും റീൽസ് എടുക്കുമ്പോഴൊക്കെ ഈ ഒരു ക്യാമറ സ്ഥിരമായിട്ട് ഇപ്പം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സോണി CV1 എന്ന് പറഞ്ഞ മോഡലിലാണ്. സോണി CV1 ശരിക്കും 1 ഇഞ്ച് സെൻസറാണ് വരുന്നത്. അതേ സെയിം സെൻസറാണിത്. പക്ഷേ അതിൽ ഇൻബിൽറ്റ് സ്റ്റെബിലൈസേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഉണ്ടെന്നൊക്കെ പറയുന്നു, പക്ഷേ എന്നാലും കുലുങ്ങും. ഈ ഒരു മോഡലിന് അത്രയും പ്രശ്നമില്ല, കാരണം ഇത് മെക്കാനിക്കൽ ഗിംബലാണ് വരുന്നത്. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ ജസ്റ്റ് രേഖപ്പെടുത്തുക. നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ക്യാമറ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് കൊടുത്തേക്കുക.